പിന്നെ ഈ പടത്തിലെ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? മോസ്റ്റ്ലി ഷൂട്ടിംഗ് എൻ്റെ പോർഷൻസ് ട്രിവാൻഡ്രത്തും കൊച്ചിയിലായിട്ടായിരുന്നു. പുതിയ മൂവിയല്ലോ കമ്മിറ്റ് ചെയ്യുന്നു? ഞാനിപ്പോൾ ഓൾറെഡി ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴി എന്നാണ് മൂവിയുടെ പേര്. അതിലൊരു IPS ഓഫീസറായിട്ടുള്ള റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മദ്യപാനിയായ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ്, അങ്ങനെയാണല്ലേ? അല്ല, പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയാണ്. ആക്ച്വലി നമ്മുടെ മൂവിയിലെ ഡയറക്ടറിൻ്റെ സ്റ്റോറിയാണ്, റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ ഒരു 4-5 years ആയിട്ട് കുടിയൊക്കെ നിർത്തിയിട്ട് ആണ് ഈ പടത്തിലേക്ക് വന്നത്. അപ്പോൾ ഇതിലുള്ള കുറേ ഇൻസിഡൻസ് ഒക്കെ റിയലായിട്ട് വിനോദ് ചേട്ടൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഈ വെള്ളം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയാൽ ഈ ജയസൂര്യയുടെ അതുപോലത്തെ ഒരു ഇതുപോലെ ആയിരിക്കും അല്ല? ലൈക്ക് അഡിക്ഷൻസിൻ്റെ മെമ്മറീസിലെ കാര്യങ്ങൾ സിമിലർ ആയിരിക്കുമല്ലോ, പക്ഷേ ഇൻസിഡൻസും കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻസും ഫുൾ ഇമോഷണലി ഉള്ള ഒരു സ്റ്റോറി ആയിരിക്കും അല്ലേ? എന്തോ ഫുൾ ഇമോഷണലി ഉള്ള ഒരു സ്റ്റോറി ആയിരിക്കും. അതെ അതെ, ഇമോഷണൽ ലൈക്ക് ഒരു റോളർ കോസ്റ്റർ മാത്രമല്ല, ആക്ച്വലി ഒരു ത്രില്ലിംഗ് പരിപാടി ഉണ്ട് അതിൽ. അപ്പം മാഡം തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അപ്പോൾ വിനയ് റായി സാറിൻ്റെ ഒപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു സേർന്ന പോലാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ന്യൂസിലൻഡിൽ വെച്ചായിരുന്നു ഷൂട്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി അഡ്വൈസും ഒക്കെ കിട്ടിയായിരുന്നോ? ആ സമയത്ത് ഒരു ചെറിയൊരു പോർഷനിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അല്ല, ഞാൻ ചോദിച്ച മറ്റേ വിനയ് റായി സാറില്ല, അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി അഡ്വൈസ് കിട്ടിയായിരുന്നു എന്ന് ചോദിച്ചത്. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ, പണ്ടേ മുതൽ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള. അപ്പോൾ അങ്ങനെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ അത് പറയാൻ വന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിരുന്നു അതിൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ലാസ്റ്റ് അത് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, ലൈക്ക് ഈവൻ വാട്ട് എവർ ഇറ്റ് ഈസ് ലൈക്ക് ആ കഥാപാത്രത്തിന് ഒരു റീസൺ ഉണ്ടാവും, സോ ഫൈൻഡ് ദ റീസൺ ആൻഡ് ഡു ഇറ്റ്. സോ അങ്ങനെ പടത്തിൽ പ്രേക്ഷകരെ കുറിച്ച് എന്തെങ്കിലും പറയാം? പ്രേക്ഷകരെ എന്തെങ്കിലും അഭിപ്രായം പറയാം? പടം കാണാൻ ജീവൻ സിനിമയെ കുറിച്ച് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. എന്താണ്, ഒരു കുടുംബ ചിത്രമാണ്. ലവ്, റൊമാൻസ്, പെയിൻ, പിന്നെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ട് മൂവിയിൽ. നല്ലൊരു പടമാണ്. ഓക്കെ, അപ്പോൾ പടത്തെ എല്ലാ വിജയാശംസകളും. താങ്ക് യു.